താരസംഘടനയായ അമ്മയിൽ ഡേർട്ടി പൊളിറ്റിക്സ് ഉണ്ടെന്ന് നാസർ ലത്തീഫ്. തന്നെ തോൽപ്പിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ച ശബ്ദരേഖ പ്രചരിപ്പിച്ചത് ഈ സിൻഡിക്കേറ്റാണെന്നും നാസർ ലത്തീഫ് ആരോപിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നൽകിയ തന്റെ പത്രിക തള്ളിയത് ബോധപൂർവമെന്ന് ജോയ് മാത്യുവും പ്രതികരിച്ചു. അമ്മയിലെ വനിതാ അംഗങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള തന്റെ ശബ്ദരേഖ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ പ്രത്യേക സിൻഡിക്കേറ്റാണെന്നാണ് നാസർ ലത്തീഫിന്റെ ആരോപണം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച തന്നെ തോൽപ്പിക്കാനാണ് ഈ ഡേർട്ടി പൊളിറ്റിക്സ് കാണിച്ചത്. ജയൻ ചേർത്തല അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. മത്സരത്തിൽ പരാജയപ്പെട്ട നാസർ ലത്തീഫ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ, ചില കാര്യങ്ങൾ വലിയ ചതിവുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്, അത് മാത്രം പറയാനുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ എന്തോ ഒരു കാര്യം ഒരു വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പ്രചരിപ്പിച്ച് അത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് തോൽപ്പിക്കുക, അതൊരു അനാവശ്യ സംഭവമായിപ്പോയി. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തന്റെ പത്രിക തള്ളിയത് മനഃപൂർവ്വമെന്ന് ജോയ് മാത്യുവും ആരോപിച്ചു. പത്രിക തള്ളിച്ചതാ, ഞാൻ എക്സിക്യൂട്ടീവ് മത്സരിക്കുന്നുണ്ടല്ലോ, അത് അതിന്റെ ഒരു ടാക്ടിക്സിന്റെ ഭാഗം, അത് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച ജോയ് മാത്യു വിജയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.